എന്താ എല്ലാവരുടെയും വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയണത് നമ്മുടെ വീട് വൃത്തിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയ ചെറിയ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അത് എങ്ങനെയൊക്കെ നമുക്ക് ശ്രദ്ധിക്കാം, എങ്ങനെയൊക്കെ നമ്മുടെ വീടുകളിൽ വരുത്തണ കുറേ നമ്മൾ ശ്രദ്ധയില്ലായ്മ കൊണ്ട് വരുത്തണ കുറച്ച് പ്രശ്നങ്ങൾ കൊണ്ടാണ് നമ്മൾ വീട് വൃത്തിയില്ല എന്നുള്ള ഒരു ഇത് വരണത്. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കാം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ ഫാമിലിയിലേക്ക് വന്നിട്ടുണ്ട് വെച്ചെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണ് വെച്ചെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിലേക്ക് കൂടണം കേട്ടോ. പിന്നെ എൻ്റെ പേര് സിമി എന്നാണ്. പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഒന്നും കൂടി പറഞ്ഞത്. പഴയ ആൾക്കാർക്കൊക്കെ പിന്നെ അറിയാം, എൻ്റെ പേരും കാര്യങ്ങളൊക്കെ അറിയാം. ഗുരുവായൂരാണ് താമസിക്കുന്നത്. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോവാട്ടോ. നമുക്ക് ചില വീടുകളിലൊക്കെ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക ഭംഗി തോന്നാറില്ലേ? വലിയ വീടൊന്നുമല്ല, എന്നാൽ വലിയ അലങ്കാരങ്ങളും ഇല്ല, പക്ഷേ ആ വീടൊക്കെ നല്ലൊരു വൃത്തിയും നല്ലൊരു അടുക്കും ചിട്ടയും ഒക്കെ നിറഞ്ഞ ഒരു ഫീല് നമുക്ക് തോന്നാറില്ലേ? എനിക്ക് അങ്ങനെ ചില വീടുകളിൽ കയറി ചെല്ലുമ്പോൾ തോന്നിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കാരണം വലിയ വലിയ വില കൂടിയ സാധനങ്ങളോ അല്ലെങ്കിൽ അവരെപ്പോഴും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണതോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല. പക്ഷേ ചെറിയ ചെറിയ ശീലങ്ങളാണ് അവരുടെ ആ വീട് അങ്ങനെ നിലനിർത്തി കൊണ്ടുപോകണത്. അപ്പോൾ ആ ശീലങ്ങൾ എന്തൊക്കെയാണെന്നും അത് നമ്മുടെ ഫാമിലി ലൈഫിലും കൂടി കൊണ്ടുവരാൻ പറ്റുമോ, നമ്മുടെ വീട്ടിലും കൂടി കൊണ്ടുവരാൻ പറ്റുമെന്നും ഒക്കെ ഒന്ന് നമുക്ക് നോക്കാം. അങ്ങനെ പറ്റുകയാണെന്ന് വെച്ചെങ്കിൽ നിങ്ങളുടെ വീട്ടിലും വലിയൊരു മാറ്റം തന്നെ കാണാട്ടോ. അപ്പോൾ അതിൽ മെയിനായിട്ടുള്ള കാര്യമാണ് കേട്ടോ ഈ ഫ്രണ്ട് ഭാഗം ഇങ്ങനെ അടിച്ചു വരുന്നത്. വീടിൻ്റെ മുൻവശം വൃത്തിയായിട്ടിരിക്കാൻ നമ്മൾ ഏറ്റവും ആദ്യം ഫ്രണ്ടിലെ മുറ്റമാണ് കേട്ടോ വൃത്തിയാക്കി ഇടേണ്ടത്. പണ്ടത്തെ വീടുകളിലെ പോലെ ഇപ്പോഴത്തെ വീടുകളിൽ അങ്ങനെ മരങ്ങളും ചവറുകളൊക്കെ കുറവാണ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ പ്ലാവുകളും മാവുകളും ഒക്കെ വീടിൻ്റെ ചുറ്റും ഉണ്ടാവും. ഇപ്പോൾ അത്രയ്ക്കൊന്നും ഇല്ല. പക്ഷേ മിഠായി കടലാസ അല്ലെങ്കിൽ വല്ല കാറ്റിൽ പറന്നു വന്നിട്ടുള്ള ഇലകളോ അങ്ങനെയുള്ളതൊക്കെയാണ് അധികം ഉണ്ടാവുക. അതൊക്കെ ഒന്ന് നീറ്റാക്കിയിട്ട് ഇടുക കേട്ടോ. ഈ അടുത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വീടിന് മുറ്റം എത്ര വൃത്തിയുണ്ടെന്ന് പറഞ്ഞാൽ ചവിട്ടുപടിയുടെ മുകളിൽ നിറച്ചും ചെരുപ്പും കാര്യങ്ങളൊക്കെ കെടുക്കുകയാണെങ്കിൽ ആ വീടിൻ്റെ വൃത്തി അങ്ങോട്ട് പോയി എന്ന് പറയാട്ടോ. പിന്നെ നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു സ്വഭാവമാണ്, ഒരാൾ ചെരുപ്പ് ഊരിയിട്ടിട്ട് കണ്ടു കഴിഞ്ഞാൽ അടുത്ത ആളോട് ഊരിയിടും. അങ്ങനെ കുറച്ച് നേരം കൊണ്ട് തന്നെ നമ്മുടെ ചവിട്ടിൽ പടിയൊക്കെ നിറയും കേട്ടോ, ചെരുപ്പുകൾ കൊണ്ട് നിറയും. ആ ഒരു സ്വഭാവം ഏറ്റവും ആദ്യം നമ്മൾ മാറ്റി വയ്ക്കേണ്ടതാണ്. ചെരുപ്പുകൾ എവിടെയെങ്കിലും പുറത്ത് പോയി വന്നിട്ടുണ്ടെങ്കിൽ ഉടനെ ഊരി നമ്മൾ ഷൂറാക്ക് ഉണ്ടെങ്കിൽ അതും വയ്ക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു സൈഡിൽ ഒതുക്കി വയ്ക്കുക. അല്ല ചിങ്ങ കയറി വരണവർ ആദ്യം തന്നെ കാണുക ഇതാണ് കേട്ടോ. അപ്പോൾ തന്നെ അവരുടെ മനസ്സിൻ്റെ ഇമ്പ്രഷൻ പോയി കിട്ടും കേട്ടോ നമ്മളെ വീടിൻ്റെ. ഇതിപ്പോൾ നമുക്കൊരു ചെറിയൊരു കാര്യമായിട്ട് തോന്നാം, പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കേട്ടോ ഒരു വീട് വൃത്തിയുണ്ടോ ഇല്ലേ എന്നുള്ളത് മറ്റുള്ളവരുടെ കണ്ണിൽ കാണുന്നത്. നമ്മൾ കാണാത്ത കാര്യങ്ങളാവൂട്ടാ ആദ്യം അവർ കാണുക. അപ്പോൾ അതൊന്നും എല്ലാവരും ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ എന്നും നമ്മൾ രാവിലെ തന്നെ സിറ്റ് ഔട്ടാണ് കേട്ടോ ആദ്യം ക്ലീൻ ചെയ്ത് ഇടേണ്ട സ്ഥലം. ഒരാൾ കയറി വന്നു കഴിഞ്ഞാൽ ആദ്യം കാണുന്നത് സിറ്റ് ഔട്ടാണല്ലോ. അപ്പോൾ അതൊന്ന് ആദ്യം തന്നെ ക്ലീൻ ചെയ്ത് അവിടെ നമ്മൾ ഒരു ചവിട്ടിയൊക്കെ വിരിച്ചിട്ടിടുക. അതുപോലെ തന്നെ കയറി വരണത് ഹാളിലേക്കാണല്ലോ സിറ്റ് ഔട്ട് കഴിഞ്ഞിട്ട്. ആ ഭാഗത്ത് നമ്മൾ ക്ലീൻ ചെയ്തിട്ട് അടിക്കുകയാണെങ്കിൽ അടിക്കുക, തുടക്കുകയാണെങ്കിൽ തുടയ്ക്കുക. എന്നിട്ട് അവിടെ ഒരു മാറ്റ് നിർബന്ധമായിട്ട് വിരിച്ചിടണം കേട്ടോ. ഇനിയേ നമ്മൾ എല്ലാവർക്കും ഉള്ളൊരു സ്വഭാവമാണ് കേട്ടോ ഈ ഒരു ടീപ്പോയി കണ്ട അല്ലെങ്കിൽ നമ്മുടെ ഡൈനിങ് ടേബിൾ കണ്ട നമ്മുടെ കയ്യിലുള്ള സാധനം അവിടെ ഇങ്ങോട്ട് വെക്കാൻ തോന്നും നമുക്ക്. അതിപ്പോൾ റിമോട്ടാവാം, ചാവിയാവാം, അങ്ങനെ നല്ല ഫോണാവാം, അങ്ങനെ എല്ലാ സാധനങ്ങളും നമുക്ക് അതാത് സ്ഥലത്ത് വെക്കാനുള്ള ഒരു ടെൻഡൻസി കുറച്ച് കുറവാണ്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമാണ്, അതൊരു ചെറിയൊരു കാര്യമാണ്. ഇപ്പോൾ ഒരു ചാവിയാണെങ്കിൽ നമുക്ക് ആ കീ ഹോൾഡറിൻ്റെ മുകളിൽ കൊളുത്തിയിടുക. അതേപോലെ തന്നെ റിമോട്ട് വെക്കാനായിട്ട് നമുക്കൊരു സ്പേസ് ഉണ്ടാവുമല്ലോ, ആ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് റിമോട്ട് വെക്കുക. അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ മേശയും ടീപ്പോയും ഒക്കെ ഒഴിവായി കിടക്കും. വളരെ ഒരു ചെറിയ കാര്യമല്ലേ ഇത്, ഒരു സെക്കൻഡ് മാത്രം ആവശ്യമുള്ള ഒരു പണിയാണ്. പക്ഷേ അത് നമ്മൾ ചെയ്തില്ലെങ്കിലോ നമുക്കത് വീണ്ടും ഇരട്ടി പണിയാണ് ഉണ്ടാവുക. അത് മാത്രമല്ല വന്ന് കയറുന്നവർക്ക് ഒരു അടുക്കും ചിട്ടയില്ലാത്തൊരു വീടായിട്ട് തോന്നാനും അത് മാത്രം മതിയിട്ടാണ്. ഒരാൾ കയറി വരുന്ന ഒരു ലിവിങ് ഏരിയ എന്ന് പറയണത് നമ്മളെ സോഫ സെറ്റി അതേപോലെ ടീപ്പോയി അതൊക്കെ ആദ്യം തന്നെ നമ്മൾ നീറ്റാക്കി ഇടേണ്ട സ്ഥലമാണ് കേട്ടോ. നമ്മൾ സിറ്റ് ഔട്ട് കഴിഞ്ഞാൽ നമ്മൾ നീറ്റാക്കി ഇടേണ്ട സ്ഥലമാണ് ഈ ലിവിങ് ഏരിയ എന്ന് പറയണത്. ഒരാൾ ഒരു ഗസ്റ്റ് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം വന്ന് കയറി ഇരിക്കേണ്ട സ്ഥലം ഇവിടെയല്ലേ. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റണ പോലെ അവിടെ വൃത്തിയാക്കി ഇടുക കേട്ടോ. തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ എല്ലാ വീടുകളിലും ഉണ്ടാവുന്ന ഒരു സംഭവമാണ് കേട്ടോ ഈ ഒരു തോർത്തിന് നമ്മൾ പല പല സ്ഥലങ്ങളിലാണ് മാറി മാറിയിട്ടിടുക. എല്ലാവരും ചെയ്യണ ഒരു കാര്യമാണത്. ഇതിന് പ്രോപ്പറായിട്ടുള്ള ഒരു സ്ഥലം നമ്മൾ കണ്ടെത്തി നനഞ്ഞതാണെങ്കിൽ ആഴയമേലിടുക, ഉണങ്ങിയതാണെങ്കിൽ മടക്കി വയ്ക്കുക, അങ്ങനെയുള്ള ഒരു കാര്യം നമ്മൾ ചെയ്യണം കേട്ടോ. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയണത് നമ്മൾ എല്ലാവരും ദിവസവും തുണികൾ കഴുകണവരൊന്നും ആവില്ല. അതുകൊണ്ട് തന്നെ തുണികൾ കഴുകുമ്പോൾ കുറച്ചധികമൊക്കെ നമ്മളെ വീടുകളിൽ ഉണ്ടാവാറുണ്ട്. ആ കഴുകി കൊണ്ടുവന്ന എല്ലാവർക്കും സാധാരണ ഞാനടക്കം എല്ലാ വീട്ടമ്മമാർക്കും തുണികൾ കഴുകാനോ ഉണക്കാനോ അല്ല മടി. നേരെ മറിച്ച് അതൊക്കെ മടക്കി അതാത് സ്ഥലങ്ങളിൽ വെക്കാനാണ് എല്ലാവർക്കും മടി. പക്ഷെ നമ്മൾ ആ കാര്യം പ്രോപ്പറായിട്ട് ചെയ്തില്ല വെച്ചെങ്കിലോ നമുക്കത്
ഇരട്ടി പണിയാണ് കേട്ടോ ഉണ്ടാവുക. കുന്നുകൂടി കിടക്കും ചെയ്യും. വീട്ടിൽ നമ്മളെ കിടക്കയായാലും നിറഞ്ഞിട്ട് കിടക്കും. അതേപോലെ എല്ലാ കസേരകൾ നിറഞ്ഞിട്ട് കിടക്കും. ഈ തുണികൾ മടക്കി വെക്കണമെന്ന് പറഞ്ഞാൽ വലിയ ഭാരമുള്ള പണിയല്ലെങ്കിലും കൂടി അത് സാധാരണ വീട്ടമ്മമാർക്ക് കുറച്ച് മടിയുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് ഈ സോഫയുടെ മുകളിലൊക്കെ നമ്മൾ കൊണ്ടുവന്നൊക്കെയാണെങ്കിൽ അത് എന്തായാലും വൃത്തിയാക്കി ഇടണമല്ലോ. സോഫ ഒരാൾ വന്നാൽ കയറി വരുമ്പോൾ കാണുന്ന സ്ഥലമല്ലേ. അപ്പോൾ അവിടെ വന്നിട്ട് മടക്കി വെക്കുകയാണെങ്കിൽ എന്തായാലും നമ്മളപ്പോൾ തന്നെ മടക്കി വെക്കും കേട്ടോ. എന്നിട്ട് അതാത് സ്ഥലങ്ങളിൽ അത് പ്രോപ്പറായിട്ട് ഓരോരുത്തരുടെ ഡ്രസ്സ് അറേഞ്ച് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ നമ്മുടെ വീടുകളിൽ എങ്ങനെയാണ് വെക്കാറ് വെച്ചെങ്കിൽ അതുപോലെ അത് നീറ്റാക്കിയിട്ട് എടുത്ത് വെക്കുക. നമ്മൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ഇല്ല വെച്ചെങ്കിൽ കുന്നുകൂടി കിടക്കേണ്ട ഒരു സംഭവമാണ് ഈ ഡ്രസ്സുകൾ കേട്ടോ. വീട്ടിൽ കയറി വരുന്നവരുടെ ഇമ്പ്രഷൻ പോവും, അത് മാത്രം മതി. ഇനി നമ്മുടെ ബെഡ്റൂമിൻ്റെ കാര്യം നോക്കാം കേട്ടോ. ബെഡ്റൂമിൽ ബെഡ് നന്നായി നീറ്റായി വിരിച്ചിട്ടാൽ തന്നെ ആ ഒരു വീടിൻ്റെ അന്തരീക്ഷം തന്നെ മാറും കേട്ടോ മൊത്തത്തിൽ. ഇനി ഒരു കാര്യം നമ്മൾ തീരെ ശ്രദ്ധിക്കാണ്ട് പോണ ഒരു കാര്യമാണ് ഈ കപ്പുകൾ, ചായ കുടിച്ചുള്ള കപ്പൊക്കെ മേശയിൽ കൊടുന്ന് വയ്ക്കും. അതേപോലെ നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ഉടനെ നമ്മളെ മേശ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി ഇടണം കേട്ടോ. മേശയുടെ മുകളിൽ മെഴുക്കും ഒക്കെ ഉണ്ട് വെച്ചെങ്കിൽ നമുക്ക് വീട്ടിലുണ്ടാക്കുന്ന ക്ലീനിങ് സൊല്യൂഷനാ അല്ല വെച്ചെങ്കിൽ ചില്ലൊക്കെ തുടയ്ക്കാൻ ഉപയോഗിക്കണ കോളിൻ എന്ന് പറയണ ഒരു സൊല്യൂഷൻ ഉണ്ട്. അത് എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നമ്മുടെ മേശ നന്നായി നീറ്റാക്കിയിട്ട് തുടച്ച് വൃത്തിയാക്കിയിട്ട് ഇടണം കേട്ടോ. ഒരാൾ കയറി വരുമ്പോൾ നമ്മളെ മേശയുടെ മുകളിലെ സാധനങ്ങൾ ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ തന്നെ അതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നമുക്ക് ഒരു ഫ്ലവർ വൈസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ അതും കൂടി മേശയുടെ മുകളിൽ കൊടുന്ന് വെക്കാം. അത് നിർബന്ധമുള്ള കാര്യമൊന്നും അല്ല കേട്ടോ, ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ വീടുകളിലെ ജനലുകൾ. പറ്റണ ജനലുകളൊക്കെ ഒന്ന് തുറന്നിട്ട് കഴിഞ്ഞാൽ തന്നെ വീടിൻ്റെ ഉള്ളിലേക്ക് നല്ല എയർ സർക്കുലേഷനും ഉണ്ടാവും. നല്ലൊരു ഫ്രഷ് ഫീലാണ് കേട്ടോ വീടിൻ്റെ ഉള്ളിൽ ഉണ്ടാവുക. അല്ല വെച്ചെങ്കിൽ വീടിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ ഓരോ സ്മെല്ലും ഒക്കെ തളം കെട്ടി നിൽക്കണ പോലെയൊക്കെ ആയിട്ട് നമുക്ക് തോന്നും. അതൊരു ചെറിയൊരു കാര്യമാണ്. ടൈമൊന്നും തുറന്നിടാൻ പറ്റിയില്ലെങ്കിലും കുറച്ച് നേരമെങ്കിലും ഒന്ന് തുറന്നിടുക. ഇനി നമ്മുടെ കിച്ചണിലേക്ക് വന്നു കഴിഞ്ഞിട്ട് വെച്ചെങ്കിൽ കിച്ചണിലെ ഗ്യാസ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ നന്നായി വൃത്തിയായിട്ട് കിടക്കേണ്ട ഒരു ഏരിയയാണ് കേട്ടോ. ഒരാൾ കയറി വന്നു കഴിഞ്ഞിട്ട് വെച്ചെങ്കിൽ ലേഡീസൊക്കെ ആണെങ്കിൽ മിക്കവാറും അടുക്കളയിലേക്കൊക്കെ വരുമല്ലോ. അപ്പോൾ നമ്മൾ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പ് നല്ല നീറ്റാക്കിയിട്ട് കിടക്കുകയാണ് വെച്ചെങ്കിൽ നല്ലൊരു ഇമ്പാക്റ്റാണ് കേട്ടോ. അല്ലെങ്കിൽ നല്ലൊരു പോസിറ്റിവിറ്റിയാണ് കേട്ടോ അവർക്ക് തോന്നുക നമ്മളുടെ വീടിനെ പറ്റിയിട്ടും നമ്മളെ പറ്റിയിട്ടൊക്കെ. അത് അത്രയ്ക്കധികം സമയം എടുക്കണ ഒരു കാര്യമൊന്നുമല്ല. നമ്മളത് എങ്ങനെയെങ്കിലും സമയം ഉണ്ടാക്കിയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഈ ഗ്യാസിൻ്റെ മുകളിൽ ചായ തിളച്ച് പോയതും ചോറ് തിളച്ച് പോയതും അങ്ങനെയുള്ളതൊക്കെ കാണുമ്പോൾ തന്നെ അവർക്ക് ഒരു നല്ലൊരു ഇമ്പാക്റ്റ് അല്ല നമ്മളെക്കുറിച്ച് ഉണ്ടാവുക. ഇനി അടുത്തതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ അടുക്കളയിൽ പാത്രങ്ങൾ നിറഞ്ഞു കിടക്കുന്ന സിങ്ക് എന്ന് പറഞ്ഞാൽ അതൊരു നെഗറ്റീവ് എനർജിയാണ്. അതുമാത്രമല്ല ആൾക്കാർക്ക് കാണുമ്പോൾ തന്നെ സിങ്ക് നിറഞ്ഞു കിടക്കുന്നത് ഒരു നല്ലൊരു ഫീലല്ല നമ്മളെക്കുറിച്ച് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നമ്മൾ സിങ്കൊക്കെ ക്ലീനാക്കി ഇട്ടിട്ട് ഫുൾ പാത്രങ്ങൾ കഴുകി സിങ്കൊക്കെ ഒന്ന് ക്ലീനാക്കി ബേക്കിംഗ് സോഡ ഉണ്ടെങ്കിൽ അത് ഇട്ടിട്ടൊക്കെ ഒന്ന് നീറ്റാക്കി വൃത്തിയാക്കി കിടന്ന് കഴിഞ്ഞിട്ട് വെച്ചെങ്കിൽ തന്നെ നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ളൊരു ഫീലാണ് കേട്ടോ നമ്മളെ കിച്ചണിലേക്ക് വരുമ്പോഴും ഉണ്ടാവുക. ആൾക്കാരൊക്കെ വീട്ടിലേക്ക് വരുമ്പോൾ നമ്മളെക്കുറിച്ച് നല്ലൊരു ഇമ്പാക്റ്റാണ് കേട്ടോ ഉണ്ടാവുക. പാത്രങ്ങളൊക്കെ കഴുകി നമ്മൾ നീറ്റാക്കി വെച്ചാൽ മാത്രം പോരാ, അതൊക്കെ അതത് സ്ഥലത്ത് നമ്മൾ അടക്കി ഒതുക്കി നീറ്റാക്കി വെച്ചാൽ തന്നെ കിച്ചൺ വൃത്തിയായിട്ട് കിടക്കുകയുള്ളൂ. അപ്പോൾ തന്നെ ഒരാൾ വന്ന് കാണുമ്പോൾ നമ്മളെ കിച്ചണിൽ ആവശ്യമില്ലാത്ത സാധനങ്ങളൊന്നും അലങ്കോലമായിട്ട് കിടക്കുന്നത് കാണാതിരിക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. ഇനി നമ്മളെ എല്ലാ വീടുകളിലും ഡെയിലി ഒന്നും ചെയ്യാത്തൊരു കാര്യമാണ് ഈ വാഷിംഗ് ഏരിയ എന്ന് പറയണത്. വാഷിംഗ് ബേസിൻ എന്ന് പറയുന്നത് നീറ്റാക്കി ഇടുന്നത്. അതിന് വെറും 2 മിനിറ്റ് മാത്രം മതി. നമ്മൾ പല്ല് തേക്കണ സമയത്ത് നമുക്ക് അതോടൊപ്പം തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതിനായിട്ട് നമ്മൾ സ്പെഷ്യൽ ടൈമൊന്നും കണ്ടെത്തേണ്ട ആവശ്യമില്ല. പക്ഷെ അത് നമ്മൾ നീറ്റാക്കി കെടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ അത് അത്രയും നല്ലൊരു വൃത്തിയാണ് നമ്മളുടെ വാഷിംഗ് ഏരിയയ്ക്കും. അതേപോലെ തന്നെ നമ്മളുടെ ഡൈനിങ് ടേബിളിൻ്റെ ഏകദേശമൊക്കെ ഒരു അടുത്തൊക്കെ ആയിട്ടല്ലേ വരിക ഈ വാഷിംഗ് ബേസിൻ എന്ന് പറയുന്നത്. അപ്പോൾ വാഷിംഗ് ബേസിൻ വൃത്തികേടായിട്ട് കിടക്കുന്നത് ആ വീടിന് തന്നെ ഒരു നെഗറ്റിവിറ്റിയാണ് കേട്ടോ തരുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും വൃത്തിയാക്കണം വാഷിംഗ് ബേസിൻ വൃത്തിയാക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ ആ പൈപ്പും അതുപോലെ തന്നെ നമ്മളെ വോളിൻ്റെ മുകളിൽ ഇവിടെ ഇപ്പോൾ ഒരു ഗ്രാനൈറ്റിൻ്റെ പീസാണ് കേട്ടോ വെച്ചേക്കണത്. അത് എന്താ വെച്ചെങ്കിൽ അതും കൂടി അവിടെ തുടച്ച് നമ്മൾ നീറ്റാക്കിയിട്ട് ഉണക്കി ഇടുകയാണ് കേട്ടോ ഏറ്റവും നല്ലത്. വാഷിംഗ് ഏരിയ നമ്മൾ നീറ്റാക്കി കഴിഞ്ഞാൽ നമ്മൾ ഈ കണ്ണാടീനെ മറന്നു പോകരുത്. കണ്ണാടിയുടെ മുകളിൽ നമ്മൾ കോളിൻ ഉണ്ട് വെച്ചെങ്കിൽ അത്, അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ ക്ലീനിങ് സൊല്യൂഷൻസ് എന്തെങ്കിലും ഉണ്ട് വെച്ചെങ്കിൽ അതൊന്ന് സ്പ്രേ ചെയ്തിട്ടൊന്ന് വൈപ്പ് ചെയ്ത് എടുത്ത് കഴിഞ്ഞിട്ട് വെച്ചെങ്കിൽ നല്ലൊരു നീറ്റായിട്ടുള്ളൊരു ഇതാണ് കേട്ടോ നമ്മളെ വാഷിംഗ് ഏരിയയ്ക്ക് മൊത്തത്തിൽ വന്നു ചേരാൻ പോണത്. നമ്മുടെ വാഷിംഗ് ഏരിയയിൽ ഒരു ടർക്കി നമുക്ക് കൈ തുടയ്ക്കാനായിട്ട് അവിടെ നിർബന്ധമായിട്ട് വിടണം. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കാതെ പോണ ഒരു കാര്യമാണ് നമ്മൾ ക്ലീനിങ്ങിന് ഉപയോഗിക്കുന്ന ടൂൾസൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വലിച്ചു വാരി അവിടെ ഇവിടെ ഇടുക. അത് കണ്ടത് കഴിഞ്ഞാൽ തന്നെ ഒരു ബാഡ് ഇമ്പാക്റ്റ് ആണ് കേട്ടോ ഉണ്ടാവുക. ആ
അപ്പോൾ അതൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് ഒരുത്തിലായിട്ട് വെക്കാനൊന്ന് ശ്രദ്ധിച്ചോളൂ. ഇനി ഒരു കാര്യം, നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ എപ്പോഴും അടിഭാഗം ഫ്ലോറിനെയാണ് കൂടുതൽ ശ്രദ്ധിക്കാറ്. പക്ഷേ ഒരാൾ ഗസ്റ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം നോക്കുക അവർ മുകളിലേക്കാവും കൂട്ടാ, ചിലപ്പോൾ മാറാലയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് ഡെയിലി ഒന്ന് ചെക്ക് ചെയ്ത് കുഴപ്പമൊന്നുമില്ല ചെങ്ങ ഒന്നും ചെയ്യേണ്ട, അല്ല ചെങ്ങ ഒന്ന് അടിച്ചൊന്ന് വൃത്തിയാക്കിയിടുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കണം. നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.